മലപ്പുറം നിലമ്പൂരിൽ ക്ഷേത്രത്തിന് നേരെ ആക്രമണം. മമ്മുള്ളി കുട്ടിച്ചാത്തൻകാവിന് നേരെയാണ് ആക്രമണം. ക്ഷേത്രത്തിൽ അതിക്രമിച്ചു കയറി ദേവി വിഗ്രഹത്തിന് നാശം വരുത്തി. സംഭവത്തിൽ ഏലാതി സ്വദേശി നദീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിലമ്പൂരിന് സമീപത്ത് തന്നെയുള്ള മമ്മുള്ളിയിലെ കുട്ടിച്ചാത്തൻകാവ് ക്ഷേത്രത്തിന് നേരെയും ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ ക്ഷേത്രത്തിന് നേരെ ഒരു വ്യക്തി ഇത്തരത്തിൽ ക്ഷേത്രത്തിനുള്ളിലേക്ക് 2 ദിവസം മുമ്പ് മലപ്പുറത്ത് നടന്നൊരു വിഷയമാണ്. ഞാനത് 2 ദിവസം മുമ്പേ അറിഞ്ഞിരുന്നു. ഞാൻ മിണ്ടാതിരിക്കാനൊരു കാരണം ഉണ്ടായിരുന്നു. ഇവിടെ ഏതെങ്കിലും ഒരു ഹൈന്ദവൻ്റെ പേരുള്ള ഒരാൾ ഒരു തെറ്റ് ചെയ്യുമ്പോഴേക്കും, അല്ലെങ്കിൽ മതപരമായിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് നേരെ ഒരു തെറ്റ് ചെയ്യുമ്പോഴേക്കും, ഇത് സംഘികളുടെ നാടല്ല, ഇത് UP അല്ല, ഇത് കേരളമാണ്, ഇവിടെ ഇതൊന്നും വളർത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഹൈന്ദവരുടെ കൂട്ടത്തിലും അതുപോലെ തന്നെ മുസ്ലിം നാമധാരികളായിട്ടുള്ള യൂട്യൂബേഴ്സ്, ഈ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ആളുകൾ. ഇവരാരും പുറത്തോട്ട് കണ്ടില്ല. ഇവരാരും വാർത്ത കാണാത്തതുകൊണ്ടല്ല, പക്ഷേ അതിന് വേണ്ടി സംസാരിക്കില്ല. ഞാനത് കാത്തിരിക്കുന്നു. ഇവരെന്തെങ്കിലും പറയുന്നുണ്ടോ, അൻസാരി ഉസ്താദിനെ പോലുള്ള ആളുകളൊക്കെ വല്ലതും വന്ന് പറയുന്നുണ്ടോ എന്ന് ഞാൻ അങ്ങനെ കാതോർത്ത് നിൽക്കുന്നു. ഞാൻ എവിടെയും കണ്ടില്ല. വലിയ സങ്കടം തന്നെയാണ് ആ കാര്യം. അപ്പോൾ നിങ്ങളാരും തന്നെ ഇത് പറയാത്ത ഒരു സാഹചര്യത്തിൽ, നിങ്ങളൊക്കെ സുല്ലിട്ടൊരു അവസ്ഥയിൽ ഞാനത് പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ. ഈ വ്യക്തിയാണ് ഈ പറഞ്ഞ ക്ഷേത്രം തകർക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളത്. വളരെയധികം അഭിനന്ദനം അറിയിക്കുന്ന കാര്യമാണ്. ഇദ്ദേഹത്തിനെ നമുക്ക് കൈകൊട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒന്ന് എണീറ്റ് നിന്ന് പ്രോത്സാഹിപ്പിക്കണം. ഞാൻ പറയട്ടെ സഹോദര, ഇത് നിങ്ങളുടെ പാകിസ്ഥാനോ ഇത് നിങ്ങളുടെ ബംഗ്ലാദേശോ അല്ല, ഇത് കേരളമാണ്. ഈ കേരളത്തിൽ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും എല്ലാം ഒന്നാണ്. ഇവിടെ ഒരു ക്ഷേത്രമോ ഇവിടെ ഒരു പള്ളിയോ ഇവിടെ ഒരു ചർച്ചോ തകർക്കാൻ ഞങ്ങൾ ആരും സമ്മതിക്കില്ല, അതിനാരും സപ്പോർട്ട് തരികയുമില്ല. പക്ഷേ ഈ പൊളിക്കാൻ പോയ ഈ മതപണ്ഡിതനേക്കാൾ കൂടുതൽ മനസ്സ് വൃത്തികേടായിട്ടുള്ള ആളുകളാണ് ഇവിടെ യൂട്യൂബേഴ്സും ഈ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇത് UP അല്ല എന്ന് വിളിച്ച് പറയുന്ന ആളുകൾ. കാരണം അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വെറും വ്യൂസ് മാത്രമാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു സംഖ്യയെ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ 10 വ്യൂസ് കയറുമെന്ന് ചിന്തിക്കുന്ന ആളുകൾ മാത്രമാണ് അവർക്ക് ഇവിടുത്തെ ക്ഷേത്രങ്ങൾ തകർക്കുന്നത് കൊണ്ടൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇവിടെ ഒരു ചർച്ചിനെതിരെ ഒരു പ്രശ്നമുണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ഒരു പള്ളിക്ക് നേരെ ഒരു പ്രശ്നമുണ്ടാകുമ്പോഴോ ഇവർ ഉറഞ്ഞു തുള്ളിക്കൊണ്ടുവരും. കാരണം അവരുടെ ലക്ഷ്യം പണം മാത്രമാണ്. അതായത് ഈ ക്ഷേത്രം പൊളിക്കാൻ പോയ ഇവനേക്കാൾ യോഗ്യരല്ല അവർ, ഇവനാണ് അവരെക്കാൾ യോഗ്യൻ. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ തിരുനാവായിലെ കുംഭമേളയുമായിട്ട് അനുബന്ധിച്ചുകൊണ്ട്. മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങൾക്ക് വർഗീയപരമായിട്ടുള്ള ചിന്താഗതിയൊന്നുമില്ല. മലപ്പുറം ജില്ലയിലെ ഏതെങ്കിലും വ്യക്തിക്കുള്ളിൽ മതപരമായിട്ടുള്ള ഒരു ചലനം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, തീവ്ര ചിന്ത, അല്ലെങ്കിൽ മറ്റു മതക്കാരെ കണ്ടുകൂടായ്മയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവിടുത്തെ മതപണ്ഡിതന്മാർ കുത്തിക്കയറ്റിയ ഒരു സാധനം മാത്രമാണ്. ഇത് മതം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് ചിന്തിക്കുന്നവർക്കുള്ളിലൊന്നും തീവ്രവാദമില്ല. പക്ഷേ മതത്തെ അമിതമായിട്ട് അടിച്ചേൽപ്പിക്കുന്ന ചില മതപണ്ഡിതന്മാരാണ് ഇവർക്കുള്ളിൽ ഈ വർഗീയമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് വയ്ക്കുന്നത്. ഇപ്പോൾ ഈ വ്യക്തി തന്നെ നോക്കൂ, ഇദ്ദേഹം ഒരു മതപണ്ഡിതനാണ്. ആ നാട്ടിൽ എത്രയോ മുസൽമാന്മാരുണ്ട് അല്ലേ, ഇന്നും ഇന്നലെയും നാളെയും ഉണ്ട്. അവരാരും തന്നെ ഇതുപോലത്തെ ഒരു പ്രശ്നത്തിന് പോയിട്ടില്ല. പകരം ഇദ്ദേഹമാണ് പോയത്. ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ളൊരു മുസൽമാൻ്റെ മനസ്സിലോട്ട് മതവികാരം കുത്തിക്കയറ്റുന്നത് ഇവിടുത്തെ മതപണ്ഡിതന്മാർ തന്നെയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, മുജാഹിദ്ദീൻ ബാലുശ്ശേരി പോലുള്ള ആളുകളൊക്കെ മുസൽമാനായിട്ടുള്ള ഒരാൾ ക്ഷേത്രത്തിലോട്ട് പണം സംഭാവന ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേശ്യാലയത്തിൽ കൊണ്ട് വ്യഭിചരിക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞൊരു മതപണ്ഡിതനാണ് ആ നായിൻ്റെ മോൻ. ഓക്കെ. രണ്ടാമത് വേറൊരുത്തനെ ഞാൻ കണ്ടു. എത്രയോ 10 വർഷത്തോളം ഗൾഫിൽ ജോലി ചെയ്ത ഒരാളാണ് ഞാൻ. എൻ്റെ റൂമിൽ മുസൽമാൻ ഉണ്ടായിരുന്നു, ക്രിസ്ത്യൻ ഉണ്ടായിരുന്നു, ഹിന്ദു ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരേ പ്ലേറ്റിൽ ഒരേ സുഫ്ര വിരിച്ചുകൊണ്ട് അതിലോട്ട് ഭക്ഷണം തട്ടി കഴിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. ഞങ്ങൾക്കുള്ളിലൊന്നും ഒരു മതഭ്രാന്തം ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനിടയ്ക്ക് ഒരാൾ പറയുന്നത് കേട്ടു, ഒരു മതപണ്ഡിതനായിട്ടുള്ള ഒരു തെണ്ടി പറയുന്നത് കേട്ടു, 10 വർഷമൊക്കെ നിങ്ങൾ ഒരേ റൂമിൽ ഹിന്ദുവും മുസൽമാനും ഒരുമിച്ച് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് അവനെ മതം മാറ്റാൻ പറ്റിയില്ലെങ്കിൽ പടച്ച തമ്പുരാനോട് നിങ്ങൾ കണക്ക് പറയേണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ മോനെ ഞാൻ കണ്ടു. അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ വായിൽ നിന്നും വന്ന വാക്കുകളല്ല, അത് മതത്തെ പഠിച്ച ഒരാളുടെ വായിൽ നിന്നും വരുന്ന വാക്കുകളാണ്. ഇവരെപ്പോലത്തെ ആളുകളാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ മുസൽമാൻ്റെ ഉള്ളിൽ തീവ്രവാദത്തെ വളർത്തുന്നവർ. പിന്നീട് ഒരു കിഴങ്ങനെ ഞാൻ കണ്ടു, ഒന്നല്ല ഒരുപാട് കിഴങ്ങന്മാരെ കണ്ടു. ഇതുവരെ എനിക്ക് തോന്നുന്നൊരു 10 വർഷം മുമ്പ് വരെ ഇവിടുത്തെ ഓണവും വിഷുവും പെരുന്നാളും എല്ലാം നമ്മൾ ഒരുമിച്ച് ആഘോഷിച്ചതാണ്, ക്രിസ്തുമസും എല്ലാം. ഇപ്പോൾ അവർ പറയുന്നു ഹിന്ദുവിൻ്റെ വീട്ടിലെ ഓണസദ്യ നിങ്ങൾ കഴിക്കാൻ പാടില്ല, വിഷുവിന് ഉണ്ടാക്കുന്ന ഫുഡ് നിങ്ങൾ കഴിക്കാൻ പാടില്ല, ക്രിസ്തുമസിന് പോകുമ്പോൾ അവരെ ഫുഡ് നിങ്ങൾ കഴിക്കാൻ പാടില്ല, അതൊക്കെ മതത്തിനെതിരാണ്, അതെല്ലാം പടച്ചവനോട് നിങ്ങൾ കണക്ക് പറയേണ്ടി വരുമെന്ന് പറയുന്ന ഇവനെപ്പോലത്തെ തമ്മാടികളായിട്ടുള്ള മതപണ്ഡിതന്മാരാണ് ഇവിടുത്തെ പാവം പിടിച്ച മുസ്ലിങ്ങളുടെ മനസ്സിലോട്ട് മതത്തിൻ്റെ വിഷവിത്തുകൾ നട്ടു വളർത്തുന്നത്. അത് നിങ്ങൾ സാധാരണഗതിയിൽ യാതൊരു പ്രശ്നമുള്ള ആളുകളല്ല. അവരെന്ത് ചെയ്യുന്നു, 5 നേരം നിസ്കരിക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് അവരുടെ മതപരമായിട്ടുള്ള കാര്യമാണ്, അത് അവർ ചെയ്യട്ടെ. അത് ചെയ്തുകൊണ്ട് അവരുടെ ജോലി നോക്കിക്കൊണ്ട് അയൽവാസികളായിട്ടുള്ള ആളുകളുമായിട്ട് നല്ല രീതിയിൽ, ഹിന്ദുവോ മുസൽമാനോ ക്രിസ്ത്യാനിയൊന്നുമില്ല, നല്ല രീതിയിൽ ജീവിച്ചു പോകും. അതിൻ്റെ ഇടയിലോട്ടൊരു മതപണ്ഡിതൻ കയറി വന്നുകൊണ്ട് ഇതിൻ്റെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. ഇവർക്ക് എന്നാണ് ഈ കണക്കുകളൊക്കെ ഉണ്ടായി തുടങ്ങിയത്? ഈ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് ഉടുതുണിക്കും മറുതുണിയില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്ത് നിങ്ങൾക്ക് എല്ലാവരും ഉൾക്കൊള്ളാമായിരുന്നു. ഇന്ന് ഗൾഫ് എന്ന് പറയുന്നൊരു മഹാസമുദ്രം നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു തന്നപ്പോൾ അതിലൂടെ നിങ്ങൾ കുറേ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്ക് ആ പണ്ടത്തെ കാര്യങ്ങളൊക്കെ മറന്നു. അന്ന് ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത കാലം മറന്നു. അന്ന് ഈ പറയുന്ന ജാനകിയുടെയും കല്യാണക്കുട്ടിയുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരിയുടെ സുഗന്ധവും ആ രുചിയും നിങ്ങൾ മറന്നു. ഇന്നവർ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ആളുകളായി.
അന്ന് ഈ കല്യാണിക്കുട്ടിയമ്മ ഉണ്ടായി കൊടുക്കുന്ന ഓണസദ്യയുടെ രുചിയൊക്കെ ഈ മതപണ്ഡിതൻ്റെ ഉമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവുക. പക്ഷേ അവനൊക്കെ ഈ പറയുന്ന പോലെ അവസരം വന്നപ്പോൾ ഇതെല്ലാം മറന്നു കളഞ്ഞു. ഇങ്ങനെ മനുഷ്യന്മാർക്കിടയിലൂടെ വിഷത്തിൻ്റെ വിത്ത് പായിക്കൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ഈ മുസ്ലിമാൻ്റെ മനസ്സിലോട്ട് വിഷവിത്തുകൾ കുത്തിക്കയറ്റി ജീവിക്കാനുള്ള വഴി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരാരും ഒരു കൈക്കോട്ടെടുത്ത് കളിക്കുന്ന നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. മുസ്ലിങ്ങൾക്കുള്ളിൽ മതം എന്നും നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അവർക്ക് ജീവിക്കാനുള്ള വഴി ഉണ്ടാവുള്ളൂ. അല്ലാത്ത പക്ഷം അവരൊക്കെ കൂലിപ്പണിക്ക് പോകേണ്ടി വരും. അതിനുവേണ്ടി അവർ ഈ പറയുന്ന പാവം പിടിച്ച മുസ്ലിങ്ങൾക്കിടയിലോട്ട് അവർ സ്വർഗ്ഗത്തിൻ്റെയും നരകത്തിൻ്റെയും അള്ളാഹുവിൻ്റെയും കണക്ക് പറഞ്ഞുകൊണ്ട് സിറാത്ത് പാലത്തിൻ്റെ കണക്കും പറഞ്ഞുകൊണ്ട് വരും. ദയവ് ചെയ്ത് ഇവിടുത്തെ മുസ്ലിം സമുദായത്തോട് പറയുകയാണ്, ഇന്നലെ നിലമ്പൂരിൽ നടന്നിട്ടുള്ള ആ ഒരു വലിയ തെറ്റ്, അതൊരു തെറ്റ് തന്നെയാണ്. അത് വലിയൊരു അഗ്നിഗോളമാണ്. അതിപ്പോൾ തൽക്കാലം അത് അണഞ്ഞിരിക്കുകയാണ്. അത് ആളിക്കത്താൻ വേണ്ടി അധികം സമയമൊന്നും വേണ്ട. ഇവനെപ്പോലത്തെ 4-5 പേര് ചിന്തിച്ചാൽ മതി. അത് വലിയൊരു അഗ്നിപർവ്വതമായി പൊട്ടുക തന്നെ ചെയ്യും. അതിനു മുമ്പ് ആ ഒരു നഷ്ടം അല്ലെങ്കിൽ ഹൈന്ദവനുണ്ടായിട്ടുള്ള ആ വിഷമം നിങ്ങൾ തന്നെ മുന്നിൽ നിന്നുകൊണ്ട് അത് പരിഹരിക്കേണ്ടതാണ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റ് തന്നെയാണ് ഈ സമൂഹത്തോട് നിങ്ങൾ ചെയ്യുന്നത്. കാരണം ഇവിടെ എവിടെയും ഒരു പള്ളി ആക്രമിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ എവിടെയും ഒരു ഹൈന്ദവൻ ഒരു മുസൽമാൻ്റെയും വിശ്വാസത്തിൽ കയറി കളിച്ചിട്ടില്ല. ഇവിടെ രാഷ്ട്രീയപരമായിട്ട് നമ്മൾ പലതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ടാവും. അതിനപ്പുറത്തോട്ട് വിശ്വാസങ്ങൾ കയറി കളിക്കാൻ ഇവിടെ ആരുമില്ല. അപ്പോൾ ഇതുപോലത്തെ വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങൾ തന്നെ മുന്നിൽ നിന്ന് അത് ഹാൻഡിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇല്ല എങ്കിൽ അത് മുതലെടുക്കാൻ ഒരു ടീം ഇവിടെ ഉണ്ടാവും. അത് രാഷ്ട്രീയപരമാവും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലാവും. പക്ഷെ അത് പിന്നെ കൈവിട്ടു പോകും. അതിനു മുമ്പ് അണയ്ക്കാനുള്ളതാണെങ്കിൽ അണച്ചിരിക്കണം. ഇനി അണയ്ക്കാൻ പറ്റിയില്ല എങ്കിൽ ഇതൊരു UP ആവാൻ അധികം സമയം വേണ്ട. UPയുടെ പ്രത്യേകത അറിയോ? ഒരു അമ്പലം താർത്തു കഴിഞ്ഞാൽ 5 പള്ളി താർക്കും. അത് പറഞ്ഞു തന്നേ ഉള്ളൂ. അതിനുള്ള അവസരം ഉണ്ടാക്കാതിരിക്കുക, അതിനുള്ളൊരു മോട്ടിവേഷൻ നിങ്ങൾ കൊടുക്കാതിരിക്കുക. നിങ്ങൾക്കിടയിൽ നിന്നും ആളുകൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുത്താൻ നിങ്ങൾ മുന്നോട്ട് വരിക. അങ്ങനെയാണ് ഈ കേരളം മുന്നോട്ട് പോകേണ്ടത്. അത് ഏത് മതക്കാരൻ ചെയ്താലും ആ മതക്കാർ തന്നെ മുന്നോട്ട് വന്നുകൊണ്ട് അതിനെ ക്ഷമാപണം നടത്തിക്കൊണ്ട് ആ ഉണ്ടായ നഷ്ടങ്ങൾ നികത്താൻ ഞങ്ങൾ തയ്യാറാണ്. ഇതിൻ്റെ പേരിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവരുത് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഹൈന്ദവ സമൂഹത്തിൻ്റെ കൂടെയാണ് ഈ വിഷയത്തിൽ ഞങ്ങൾ എല്ലാവരും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും മുന്നോട്ട് വരിക. ഇവിടുത്തെ ഹൈന്ദവർക്കുള്ളിലെ കനലുകൾ കെടുത്താൻ നിങ്ങൾ ശ്രമിക്കുക. ഇത്രമാത്രം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.